പ്രണയസഖി ഭാഗം 18. ഒരു മുഖം മനസ്സിലേക്ക് വന്നതും നെഞ്ചൊന്ന് പിടഞ്ഞുവോ അറിയില്ല. അയാളോട് തനിക്ക് തോന്നുന്ന വികാരം എന്താണെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. കണ്ണുകൾ അടച്ചങ്ങനെ കുറച്ചു നേരം കിടന്നു. ആലോചിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. നടന്നൊന്നും അത്ര പെട്ടെന്ന് മറന്നു കളയാൻ കഴിയുന്നതല്ലല്ലോ. മരണം വരെ അതെനിക്കൊപ്പം തന്നെ തുടരുകയല്ലേ. കണ്ണു തുറന്ന് അടുത്തേക്ക് കിടക്കുന്നവളെ നോക്കിയിട്ട് മറുവശത്തേക്ക് ചരിഞ്ഞു കിടന്നു. ജീവിതം മൊത്തത്തിൽ മാറി മറിഞ്ഞത് ഒരു ദിവസം കൊണ്ടാണ്. കിരൺ തന്നെ കാണാൻ വന്ന കാര്യം ഗൗതം അറിഞ്ഞ അന്ന് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതോടെ ജീവിതം ഒരുപാട് മാറി. പിന്നീട് അയാളെ ഞാൻ കണ്ടിട്ടില്ല. കാണാൻ തോന്നിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അറിയില്ല. അതിനു മാത്രം ഒരു ബന്ധവും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ലല്ലോ. കൂടെ ഉണ്ടായിരുന്ന സമയങ്ങളെല്ലാം പരസ്പരം വഴക്കിടാനും കുറ്റപ്പെടുത്താനും മാത്രമേ സമയമുണ്ടായിട്ടുള്ളൂ. ഒന്ന് തുറന്ന് സംസാരിക്കാൻ പോലും അയാളുടെ ഭാഗത്തു നിന്നൊരു നീക്കം പോലും ഉണ്ടായിട്ടില്ല. അതിന് അയാളെ കുറ്റപ്പെടുത്താനും പറ്റില്ല. ഞാൻ ആദ്യമേ ഒരു തെറ്റുകാരിയായി മാറിയിരുന്നല്ലോ. ആരുടെയൊക്കെയോ നല്ല മനസ്സുകൊണ്ട് എനിക്ക് കിട്ടിയ ജീവിതം സ്വയം നശിപ്പിച്ച് കളഞ്ഞവൾ അല്ലേ. പൂജയുടെ കണ്ണുകൾ കലങ്ങി മറഞ്ഞു. അച്ഛനും അമ്മയ്ക്കും ഏട്ടനുമൊക്കെ ഒപ്പം ഗൗതവും അവൻ്റെ വീട്ടുകാരും തന്നെ ഇപ്പോൾ ശപിക്കുന്നുണ്ടാവും. ആകെയുള്ള മകൻ്റെ ജീവിതത്തിലേക്ക് എന്നെപ്പോലെ ഒരു പെണ്ണ് വന്നതുകൊണ്ടല്ലേ അവൻ്റെ ജീവിതം തകർന്നത്. അല്ലെങ്കിൽ എത്ര സന്തോഷത്തോടെ ജീവിക്കേണ്ട കുടുംബമാണ്. സ്വന്തം വീട്ടുകാരുടെ കാര്യത്തേക്കാൾ അവൾക്ക് വിഷമവും കുറ്റബോധവും ഗൗതമിൻ്റെ കുടുംബത്തെ ആലോചിച്ചായിരുന്നു. വളരെ നന്നായി പോകുന്ന ഒരു കുടുംബത്തിലെ ഏറെ സന്തോഷവും ഞാൻ കളഞ്ഞിട്ട് വന്നതുപോലെ അതിൻ്റെ പാപവും പേറി ഓരോ നിമിഷവും നേറുകയാണ്. ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല ഗൗതമിൻ്റെ ജീവിതത്തിലേക്ക് ചെന്നതിന് ശേഷം അവിടുന്ന് ഇറങ്ങിപ്പോരണമെന്ന്. ഇഷ്ടമില്ലാതെയാണെങ്കിലും ഒരു ജീവിതത്തിലേക്ക് ചെന്നിട്ട് എങ്ങനെയാണ് ഞാൻ. പക്ഷെ ഒന്നും എൻ്റെ ചിന്തകൾ പോലെ ആയിരുന്നില്ല. കിരൺ ആ പേര് പോലും കേൾക്കുന്നതിപ്പോൾ വെറുപ്പാണ്. അവൻ എന്നൊരാൾ കാരണമാണ് ജീവിതത്തിൽ ഇത്രയ്ക്കും ഒറ്റപ്പെട്ടു പോയത്. ആരുമില്ലാത്ത പോലെ ഇങ്ങനെ ജീവിക്കേണ്ടി വന്നത്. ഒരാളെ എത്ര കണ്ട് വിശ്വസിക്കുമോ അത്രയും വിശ്വസിച്ച് അതിനവസാനം എല്ലാം കൂടി ചേർത്ത് കിട്ടുകയും ചെയ്തു. എങ്ങോട്ട് പോകണമെന്നറിയാതെ എന്ത് ചെയ്യണമെന്നറിയാതെ മഴ പെയ്യുന്നത് നോക്കി അതിനേക്കാൾ വേഗത്തിൽ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന എൻ്റെ കണ്ണുനീരിനെ പോലും ഞാൻ തുടച്ചു നീക്കാതെ ഇങ്ങോട്ട് നോക്കി ഒരേ നിൽപ്പ് നിന്നു. കാര്യങ്ങളൊക്കെ വീട്ടിലറിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന പൊട്ടിത്തെറികളൊന്നും എന്നെ ബാധിക്കുന്നതായിരുന്നില്ല അപ്പോൾ. കാരണം ഇനി അങ്ങോട്ട് പോകില്ലെന്ന് തന്നെ തീരുമാനിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. അവിടേക്ക് പോകേണ്ടി വന്നാൽ മരിക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ല. ഇനിയും ആരുടെയൊക്കെ വെറുപ്പ് വാങ്ങി ജീവിക്കേണ്ടി വരുന്നത് ഓർക്കാൻ കൂടി വയ്യാത്ത കാര്യമാണ്. പൂജ തോറ്റുപോയി, പൂർണ്ണമായും തോറ്റു. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എങ്ങോട്ട് പോകും? ആരുടെയും മുഖം മനസ്സിലേക്ക് വന്നില്ലപ്പോൾ. പൂജ ആരോ വിളിക്കുന്നത് കേട്ടാണ് തിരിഞ്ഞു നോക്കിയത്. കിരൺ. അവൻ്റെ മുഖം കണ്ടത് എൻ്റെ സകല നിയന്ത്രണവും തെറ്റി. എന്താ എന്താ നിനക്ക്? ഇനിയും എന്നെ ദ്രോഹിച്ചു മതിയായില്ലേ കിരൺ? ഒരാൾ കാരണം എൻ്റെ ജീവിതമാണ് തുലഞ്ഞത്. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ നാണം കെട്ട് ഇപ്പോൾ ഇതാ പെരുവഴിയിൽ. അവൾ നിർത്താതെ ഓരോന്ന് പറഞ്ഞതും അവനതെല്ലാം കേട്ട് കൈകെട്ടി നിന്നു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പൂജ എനിക്ക് നിന്നെ വേണമെന്ന്. വേണം പോലും. പൂജയുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. എല്ലാം കൊണ്ടും അവളാകെ തകർന്നു പോയിരുന്നു. സങ്കടം സഹിക്കാൻ പറ്റാത്തതുപോലെ അവളുടെ മുഖത്തെ ഭാവം കണ്ട് അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തേക്ക് തന്നെ പതിഞ്ഞു. എവിടെ നിൻ്റെ ഗൗതം? അവൻ നിന്നെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞല്ലേ? കിരണിൻ്റെ ചോദ്യം കേട്ട് ഞെട്ടലോടെ അവൻ അവളെ നോക്കി. ഇതൊക്കെ ഇവനെങ്ങനെ അറിഞ്ഞു? എല്ലാം ചെയ്തു കൂട്ടിയിട്ട് മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? കാണുമ്പോൾ ദേഷ്യം തോന്നുന്നു. എന്തൊക്കെയായിരുന്നു. അവനെ ചതിക്കാൻ പറ്റില്ല. അവൻ്റെ താലി വീണ് ഇനി ഈ കിരണിൻ്റെ ജീവിതത്തിൽ എന്നല്ലേ പറഞ്ഞത്. എന്നിട്ടിപ്പോൾ അവനെവിടെ? എന്തൊക്കെ പറഞ്ഞാലും ഞാനല്ലേ ഉള്ളൂ ഇപ്പോൾ നിനക്ക്. ആദ്യം പരിഹാസത്തോടെയും പിന്നെ പതഞ്ഞ സ്വരത്തിലും അവൻ പറഞ്ഞതും പൂജയ്ക്ക് അവനോടുള്ള വെറുപ്പ് കൂടി. തൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞത് മറ്റാരുമല്ല, മുന്നിൽ നിൽക്കുന്ന ഒരു സമയത്ത് താൻ ജീവനെ പോലെ കണ്ട ആളാണ് കൂടെ നിൽക്കേണ്ട സമയത്ത് കള്ളനെ പോലെ ഒളിച്ചിരുന്നിട്ട് ഇപ്പോൾ വന്നേക്കുന്നു. ആ ഭാഗ്യത. എന്നിട്ട് നീ കാറിലേക്ക് കയറ്, നമുക്ക് പോകാം. എങ്ങോട്ട്? എവിടെയെങ്കിലും മുറിയെടുക്കാൻ ആയിരിക്കുമല്ലേ? പണ്ട് സ്നേഹിച്ചു നടന്നപ്പോൾ പലതവണ നീ എന്നെയും കൊണ്ട് പോകാൻ നോക്കിയത് അങ്ങോട്ട് തന്നെയല്ലേ? അന്ന് പൂജ വന്നിട്ടില്ല. പിന്നെയല്ലേ മറ്റൊരുത്തൻ്റെ താലി കഴുത്തിലിട്ടുകൊണ്ട്. നട്ടലില്ലാത്തവൻ നീയൊക്കെ ഒരു. പൂജ. കിരൺ അലറിയതും പൂജ കൈ ഉയർത്തി അവനെ തടഞ്ഞു. നീ കിടന്നലറണ്ട. എല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇത്രയും ദിവസം നിന്നെ ഞാൻ പേടിച്ചത് ഇന്നൊരു ദിവസത്തെ ഓർത്തുകൊണ്ടാണ്. ഇനി എനിക്ക് അതിനാവശ്യമില്ലല്ലോ. ഗൗതം എന്നെ ഉപേക്ഷിച്ചു. ഞാൻ ഇനി അയാളുടെ ജീവിതത്തിലില്ല. പിന്നെ ഇനി എന്തിനു ഞാൻ നിന്നെ പേടിക്കണം? എൻ്റെ വീട്ടുകാരുടെയും അടുത്തേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരുടെയും മുന്നിൽ ഈ പൂജ തെറ്റുകാരിയാണ്. ഇനി ഒരിക്കലും പൂജയെ ആരും മനസ്സിലാക്കില്ല. ഒരേ സമയം വീട്ടുകാരെയും താലി കെട്ടിയുമൊക്കെ ചതിച്ചവൾ കൂടിയായി. അവരുടെ അടുത്തേക്ക് പോകാൻ എനിക്ക് പറ്റില്ല ഇനി. പൂജ നീ.
കിരൺ എങ്ങനെയും അവളെ അനുനയിപ്പിച്ചു കൊണ്ടുപോകാനായി തന്ത്രത്തോടെ അവളെ വിളിച്ചു. ഇനി ആ പേരും വിളിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വന്നേക്കരുത്. എനിക്ക് നിന്നെ ഇനി കാണണ്ട. അതല്ല, ഇനിയും എന്തെങ്കിലും പറഞ്ഞ് വരാനാണെങ്കിൽ ഈ പൂജയുടെ ശവം നീ കാണും. ഞാൻ ചത്താൽ എല്ലാവരും നിന്നെ ആദ്യം സംശയിക്കും. ഇപ്പോൾ ഗൗതമൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നതോടു കൂടിയാകുമ്പോൾ എല്ലാം നിൻ്റെ തലയിലാകും. പൂജ പറയുന്നത് കേട്ട് കിരണിൻ്റെ മുഖത്ത് ചെറിയൊരു വെപ്രാളമായി. പൂജ, എനിക്ക് നിന്നോടുള്ള സ്നേഹം വേണ്ട. പൂജയെ അവൻ പറയാൻ പോകുന്നു മനസ്സിലാക്കിക്കൊണ്ട് കൈ ഉയർത്തി തടഞ്ഞു. അവൾക്കിനിയും അത്തരം പാഴ്വാക്കുകൾ കേട്ടു നിൽക്കാനുള്ള മനസ്സൊന്നും ഇല്ലായിരുന്നു. ഇനി നീ ഒന്നും പറഞ്ഞെന്നെ പിടിച്ചു നിർത്താൻ നോക്കണ്ട കിരൺ, നടക്കില്ല. അത്രയും പറഞ്ഞവൾ കയ്യിലെ ബാഗ് മുറുക്കി പിടിച്ചുകൊണ്ട് വേഗത്തിൽ നടന്നു പോകുന്നു നോക്കി ഒന്നും ചെയ്യാൻ കഴിയാത്ത അമർഷത്തോടെ നിൽക്കാനേ കിരണിന് കഴിയുമായിരുന്നുള്ളൂ. ഇല്ല, അങ്ങനെ ഞാൻ വെറുതെ വിടില്ല നിന്നെ. തൽക്കാലം ഈ ചൂടൊക്കെ ഒന്ന് ആറി തണുക്കും വരെ മാത്രം നിന്നെ ഞാൻ ശല്യം ചെയ്യില്ല. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു പോരുമ്പോൾ എത്രയും വേഗം അവൻ്റെ കൺവെട്ടത്തിൽ നിന്ന് മാറണമെന്ന് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പിന്നാലെ വരും മുന്നേ അവന് കണ്ടുപിടിക്കാൻ പെട്ടെന്ന് പറ്റാത്ത ഒരു സ്ഥലത്ത് മാറിക്കഴിഞ്ഞാണ് ഇനി എങ്ങോട്ട് പോകും, എന്ത് ചെയ്യണമെന്നൊക്കെ ആലോചിക്കാൻ തുടങ്ങിയത്. കയ്യിലാണേൽ കല്യാണത്തിന് വീട്ടിൽ നിന്ന് തന്ന സ്വർണമുണ്ട്. അതുമാത്രമാണ് പിടിച്ചു നിൽക്കാൻ ആകെ ഒരു ബലം. പിന്നെ പഠിച്ച സർട്ടിഫിക്കറ്റ് കൂടെയുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു ജോലി ഒപ്പിച്ചിട്ട് എന്തെങ്കിലും ഒരു ഹോസ്റ്റലിലേക്ക് മാറണം. ഇത്രയൊക്കെ ചെയ്യണമെങ്കിൽ തൽക്കാലം എവിടേക്കെങ്കിലും 1-2 ദിവസം നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. നേരം കഴിയുന്തോറും പൂജയുടെ ഉള്ളിൽ ചെറിയൊരു പേടി തുടങ്ങിയിരുന്നു. ചുറ്റിനും ഇരുട്ട് വീണ് തുടങ്ങിയതും അവളുടെ ഉള്ളിൽ ധൈര്യവും ചോർന്നു തുടങ്ങി. കിരൺ കാണാതെ ഒരു സ്ഥലത്ത് മാറി നിന്നെങ്കിലും ഇനിയും അധികം നേരം അവിടെ നിൽക്കാൻ കഴിയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. ആരൊക്കെയോ ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. കയ്യിലൊരു ബാഗും പിടിച്ച് കുറച്ചധികം നേരമായില്ലേ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ടാവും പലരുടെയും കണ്ണുകൾ തന്നിലേക്ക് ചൂഴ്ന്നിറങ്ങുന്നത്. സമൂഹം അങ്ങനെയാണല്ലോ. പെണ്ണൊരുത്തിയെ അതും ഒറ്റയ്ക്ക് കണ്ടാൽ അവൾക്ക് പിന്നാലെ കഴുകൻ കണ്ണുകളോടെ പായും. ഇവിടെയും അങ്ങനെ തന്നെ. പൂജയ്ക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോകണമെന്നുണ്ട്. പക്ഷേ എങ്ങനെ, എവിടേക്ക്? ആലോചിച്ച് നിൽക്കാനുള്ള സമയമൊന്നുമില്ല ഇനി മുന്നിൽ. ആരെ വിളിക്കും? ആരുടെ അടുത്ത് ഒരു സഹായം ചോദിക്കും? കയ്യിലിരിക്കുന്ന ബാഗിൽ അവളുടെ കൈകൾ മുറുകി. ഈ ബാഗ് കൂടി നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരു വഴിയുമില്ല. മുന്നോട്ട് എങ്ങനെയെന്ന് അറിയില്ല. ഒരുപാട് പേരുടെ മുഖമൊന്നും തെളിയാനില്ലെങ്കിലും മനസ്സിൽ 1-2 പേരുടെ മുഖം തെളിഞ്ഞു വന്നു. അതിലൊരാളായിരുന്നു ഹിരണി. വീടിനോട് ചേർന്നുള്ള വീട്ടിലെ കുട്ടിയായിരുന്നു ഹിരണി. ഓർമ്മ വെച്ച നാൾ മുതലേ അവരുടെ വീടുമായി അത്ര അടുപ്പത്തിലായിരുന്നില്ല ഞങ്ങളുടെ വീട്. അതൊരു തർക്കവും സ്ഥിരം അയൽക്കാരുമായുള്ള വഴക്കും എല്ലാം കൂടി അവരുമായി വലിയൊരു അകൽച്ച തന്നെയായിരുന്നു വളർന്നു വന്നപ്പോൾ. പക്ഷേ ഹിരണിയും ഞാനും തമ്മിൽ അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ. ഒരു ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങിയപ്പോൾ മുതൽ ആദ്യമൊക്കെ അടുക്കാൻ മടിച്ച ഞങ്ങളുടെ ഹൃദയം പതിയെ പതിയെ നല്ലൊരു സൗഹൃദത്തിലേക്ക് അടുത്തു തുടങ്ങി. വീട്ടുകാരറിയാതെയെന്ന് വേണമെങ്കിൽ പറയാൻ, അറിഞ്ഞാൽ 2 വീട്ടിലും വലിയ പ്രശ്നമാകുന്ന അന്നേ ഞങ്ങൾക്ക് ധാരണയുണ്ടായിരുന്നുകൊണ്ട് ആരും അറിയാതെ ഞങ്ങളുടെ സൗഹൃദം ഞങ്ങൾ ഉള്ളിൽ കൊണ്ടു നടന്നു. പിന്നീട് കിരണിൻ്റെ കാര്യമൊക്കെ അറിഞ്ഞ് വീട്ടിൽ പ്രശ്നമായതോടെ അവളുടെ കാര്യമൊക്കെ മാറ്റി വെക്കേണ്ടി വന്നു. എവിടെയോ ജോലിക്ക് കയറിയെന്നൊക്കെ വീട്ടിൽ കുശുമ്പോടെ പറയുന്നത് കേട്ടിരുന്നു. ശത്രുവിൻ്റെ മകളാണല്ലോ, അപ്പോൾ അവളോടും താല്പര്യം അങ്ങനെ ആയിരിക്കുമല്ലോ. ഒന്നോർക്കുമ്പോൾ അവളെയാണ് വിളിക്കാൻ തോന്നുന്നത്. സഹായിക്കുമോ എന്നറിയില്ല. എന്നാലും എന്തോ പ്രതീക്ഷ. ടൗണിൽ ജോലി ചെയ്യുന്നതല്ലേ, അവൾക്ക് എന്നേക്കാൾ എല്ലായിടവും പരിചയമുണ്ടാവും. അത് വെച്ച് എവിടെയെങ്കിലും 1-2 ദിവസത്തേക്ക് തങ്ങാനെങ്കിലും ഒരിടെ ശരിയാക്കി തരാൻ ചോദിക്കാൻ അവളെയല്ലാതെ മറ്റാരെയും വിളിക്കാൻ തോന്നിയില്ല. അവളെയാകുമ്പോൾ വീട്ടിലൊന്നും അറിയുകയുമില്ല ഒരു കാര്യവും. ഒരുപാട് പ്രതീക്ഷയില്ലെങ്കിലും ചെറിയൊരു പ്രതീക്ഷയോടെയാണ് അവളെ വിളിക്കുന്നത്. നടുകടലിൽ പെട്ടു നിൽക്കുമ്പോൾ എങ്ങോട്ട് പോകണമെന്നറിയാത്ത അവസ്ഥയിൽ ഒരു ഇത്തിരി വെട്ടമങ്ങ് ദൂരെ കാണുന്നത് പോലെ വിളിച്ചു. അവളോട് കാര്യങ്ങളൊന്നും കൂടുതൽ പറഞ്ഞില്ലെങ്കിലും ചുരുക്കി പറയേണ്ടി വന്നു. തിരികെ 1-2 നിമിഷം അവളൊന്നും മിണ്ടിയില്ലെങ്കിലും അവളെ സഹായിക്കുമെന്ന് മനസ്സ് പറഞ്ഞിരുന്നു. നീ അവിടുന്ന് സ്റ്റാൻഡിലേക്ക് വാ, എന്നിട്ട് ഞാൻ പറയുന്ന ബസ്സിൽ കയറണം. കയ്യിൽ ടിക്കറ്റ് എടുക്കാനുള്ള കാശുണ്ടോ? ഹിരണിയുടെ വാക്കുകൾ കേട്ടപ്പോൾ തനിക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. കല്യാണത്തിന് വന്നവരിൽ ചിലരൊക്കെ കൊണ്ടുവന്നതിൽ നിന്ന് കുറച്ച് പൈസ തൻ്റെ കയ്യിലാണ് കിട്ടിയത്. അന്നത് പോരുന്നതിൻ്റെ തിരക്കിൽ അമ്മയുടെ കയ്യിലേക്ക് തിരികെ കൊടുക്കാനും പറ്റിയില്ല. പിന്നെ കരുതി ഇതെങ്കിലും കയ്യിലിരിക്കട്ടെ എന്ന്. ഒരു പാട് വാങ്ങാനാണെങ്കിലും ആരോടും ചോദിക്കാതെ എടുക്കാൻ ഇത് മാത്രമേ എൻ്റെ കയ്യിലൊന്നുണ്ടായിരുന്നുള്ളൂ. ഉണ്ട്, ഞാൻ ഇപ്പോൾ തന്നെ ഓട്ടോ പിടിച്ച് സ്റ്റാൻഡിലേക്ക് പോകാം, അവിടെ ചെന്നിട്ട് വിളിക്കാം. അത്രയും പറഞ്ഞു വെക്കുമ്പോൾ എന്തൊക്കെയോ തിരികെ കിട്ടുന്നത് പോലെയൊരു സന്തോഷമായിരുന്നു ഉള്ളിൽ. നല്ല ഇരുട്ടാകും മുന്നേ ടൗണിലെത്തി
സ്റ്റാൻഡിൽ ചെന്നപ്പോൾ തന്നെ അവളെ വിളിച്ചു. അവൾ പറഞ്ഞ ബസ്സിൽ കയറുമ്പോൾ ഒരു കുഞ്ഞു പ്രതീക്ഷ അവിടെ മുട്ടിട്ട് തുടങ്ങിയിരുന്നു. കമൻ്റ് ഇടണം, കമൻ്റ് ഇടാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഡെയിലി പോസ്റ്റ് ചെയ്യാത്തത്. കമൻ്റ് ഇടുവാണെങ്കിൽ എന്നും ഇട്ടേക്കാം.